അസ്സലാമു അലൈക്കും. കുഞ്ഞിനെയും എടുത്ത് മിണ്ടാതെ നടക്കുമ്പോൾ തോളിൽ കിടക്കുന്ന കുഞ്ഞുമോളെ ഒന്ന് നോക്കി മാഷി. കരഞ്ഞു തളർന്നിട്ടുണ്ട്. കണ്ണുനീരിൻ്റെ ചാല് മുഖത്ത് വര തീർത്തിട്ടുണ്ട്. കൺമഷിയൊക്കെ പടർന്നു പിടിച്ച് ആകെ കരുവാളിച്ച പോലെയുണ്ട്. ഉമ്മച്ചിയുടെ വാവേ, അവൾ സ്നേഹത്തോടെ വിളിച്ചു. ആ വിളിയിൽ മോളുടെ ചുണ്ടുകൾ വിമ്മിത്തുടങ്ങിയിരുന്നു. കരയല്ലേ ഉമ്മച്ചി, പാപ്പം തരാട്ടോ. അവളെ വീണ്ടും തോളിലേക്ക് കിടത്തി സമാധാനിപ്പിച്ചു മാഷി. ഗേറ്റ് കടന്നതും മാഹിനും അവളെ നോക്കി. ഇതെന്താ, റിട്ടേൺ അടിച്ചോ? മോളുടെ മുഖം പിടിച്ചുയർത്തിയവൻ അവളെ വീണ്ടും ചിണുങ്ങി. ഒരിത്തിരി നേരം കൂടി നിൽക്കാവോ ഇക്കാക്ക? ഞാൻ ഇവൾക്ക് വല്ലതും കൊടുക്കട്ടെ. ഒന്നും കഴിച്ചില്ല എന്ന് പാവം. അവിടെ നിന്ന് എവിടം വരെ കരച്ചിലായിരുന്നു എന്ന്. വല്ലതും കൊടുത്തിട്ട് ഇരുത്തിയാൽ ഇവർക്കൊപ്പം അവിടെ ഇരുന്നോളും. അല്ലെങ്കിലേ ഈ ചെക്കന് ബഹളം വെക്കും. എങ്കിൽ നീ അവൾക്ക് വല്ലതും കൊടുത്തിട്ട് വാ, അതുവരെ ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം. മക്കളെയും വിളിച്ചവൻ കാറിലേക്ക് കയറുമ്പോൾ മാഷിക്ക് ആശ്വാസം തോന്നി. അവൾ വേഗം അകത്തേക്ക് കയറി ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്ത് സെറ്റിയിലേക്കിരുന്നു. മോളെ കൈക്കുള്ളിലേക്കിരുത്തി പാൽ കൊടുത്തു തുടങ്ങി. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ശബ്ദമുണ്ടാക്കി അവൾ നുണഞ്ഞു. അവളുടെ ഡ്രസ്സ് പതിയെ ഊരി മാറ്റി അവളുടെ വളർന്നു തുടങ്ങിയ മുടി മുകളിലേക്ക് ഒതുക്കി വിയർപ്പകറ്റി. വിശപ്പൊന്നാറിയതും മോളുടെ മുഖം തെളിഞ്ഞു. അവൾ മെല്ലെ ചിരിച്ചു. മാ, നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവളെ വിളിച്ചു. മാഹീനും മക്കളും തിരിച്ചെത്തുമ്പോൾ മാഷി മോളെയും എടുത്ത് പുറത്ത് നിൽപ്പുണ്ട്. ഇനി നിൽക്കാൻ സമയമില്ല മാഷി, ഞാൻ ഇറങ്ങട്ടെ. കാറിൽ തന്നെ ഇരുന്നാണ് അവൻ പറഞ്ഞത്. അർജൻറ്റാണ് മാഷി. ഡോർ തുറന്ന് മോനെ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഞാൻ വിളിക്കാം, ഓഫീസിലെ കുറച്ച് കാര്യങ്ങളാണ്, പേടിക്കണ്ട. അത് പറയാതെ പോയാൽ ഉറപ്പായും അവൾ ടെൻഷൻ എടുക്കും. ആരോടും പറയാനാവാതെ അവൾ ഒറ്റയ്ക്ക് ഒരുക്കി തരും. പോട്ടെ മാഷി. രണ്ട് മക്കളെയും കയ്യിൽ പിടിച്ച് നിൽക്കുന്നവരുടെ തലയിലൊന്ന് തടവി അവളുടെ നെറ്റിയിലൊന്ന് മുത്തി തിരികെ കാറിൽ കയറി. പിന്നെ അതിവേഗം കാർ തിരിച്ചു പോയിരുന്നു. കണ്ണു നിറച്ചെന്ന് നോക്കി നിന്നു മാഷി. ഡ്രൈവിങ്ങിനിടയിൽ വീണ്ടും വീണ്ടും അവൻ്റെ ഫോൺ ശബ്ദിച്ചു കൊണ്ടിരുന്നു. പല്ലുകൾ കടിച്ചു പിടിച്ച് അവൻ ദേഷ്യം നിയന്ത്രിച്ചു. സേറ, ഞാൻ ഡ്രൈവിലാ, അവിടെ വന്നിട്ട് സംസാരിക്കാം. ഫോൺ കണക്ട് ചെയ്ത് അത്രമാത്രം പറഞ്ഞു നിർത്തി കട്ട് ചെയ്ത് കളഞ്ഞു അവൻ. തനിക്ക് മേൽ അടിച്ചേൽപ്പിക്കേണ്ടി വരുന്ന കാര്യങ്ങളുടെ കണക്കുകൾ അവന് വ്യക്തമാണ്. അതിനുള്ള മറുപടിയും. അവൻ എന്താ പറഞ്ഞത് സൈറ? ഉപ്പയുടെ മുഖത്തെ ദേഷ്യം കാണുന്നുണ്ടായിരുന്നു അവൾ. ഉമ്മയും നീരസം കലർന്ന ഭാവവുമായി തൊട്ടടുത്തിരിപ്പുണ്ട്. ഇങ്ങോട്ട് വരുവാണെന്ന്, വന്നിട്ട് സംസാരിക്കാമെന്ന്. അല്ല സൈറ, എന്താ അവൻ്റെ ഉദ്ദേശം? ഇത്രയും നല്ലൊരു ബിസിനസ് അവൻ്റെ കയ്യിലൊന്നും നോക്കാതെ വെച്ച് കൊടുത്തില്ലേ ഞാൻ? അത് നോക്കാതെയുള്ള അവൻ്റെ പോക്കെ അത്ര ഇഷ്ടപ്പെടുന്നില്ല എനിക്ക്. മാഹിനെയാണ് അവൻ്റെ ഭാര്യ മാനുക്ക എന്ന് വിളിക്കുന്നത്. അതിനുപ്പ മാനുക്ക പറഞ്ഞിട്ടില്ലേ ഉപ്പ പോയത്? ഉപ്പയെ എതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ. ഉപ്പാക്ക് ഈ 2 ദിവസം ഒന്ന് പോയി നോക്കിയാൽ മതിയായിരുന്നല്ലോ ഓഫീസിലേക്ക്. ഇത്രയ്ക്ക് ദേഷ്യമെടുക്കാൻ ഒന്നുമില്ലെന്ന പോലെ അവൾ പറഞ്ഞു. നിനക്ക് എന്തറിയാം സേറ, അവൻ്റെ ബിസിനസ് സ്റ്റൈൽ തന്നെ വേറെ ലെവലാണ്. ഉപ്പയേക്കാൾ ഒരു പടി മുന്നിലാണ് അവൻ്റെ ചിന്തയും പ്രവൃത്തിയും. പുതിയ പിള്ളേരുടെ എല്ലാ എനർജിയും അവൻക്കുണ്ട്. അതൊക്കെ നല്ലതുപോലെ ഇഷ്ടവുമാണ് എനിക്ക്. പക്ഷേ ഇന്ന് നടക്കാനിരിക്കുന്ന ഒരു വമ്പൻ ഓഫറാണ് അവൻ്റെ അസൗകര്യം പറഞ്ഞ് മാറ്റിവെച്ചത്. എന്താ അവൻ്റെ നിലപാട് എന്ന് പോലും വ്യക്തമാക്കാതെ സ്പോട്ടിലാണ് അവൻ വേണ്ടെന്ന് വെച്ചത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും വിട്ടുകളഞ്ഞതാണ് എൻ്റെ വിഷയം. അതിന് അവൻ നൽകുന്ന മറുപടി എന്ത് തന്നെയായാലും എനിക്ക് ചിലപ്പോൾ ദഹിക്കില്ല സേറ. ഓഫീസിലെ അയാളുടെ ഹൃദയ സൂക്ഷിപ്പിക്കാരൻ ആലിക്ക ഇന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ തൊട്ട് ഇരിക്കപ്പുറത്ത് ഇല്ല അയാൾക്ക്. അല്ലെങ്കിൽ ഉപ്പ് എന്ന് പോയി വരുമോ എന്ന് പോലും അവന് വിളിച്ചു പറഞ്ഞിട്ടില്ല. സ്വന്തം തീരുമാനം തന്നോട് പോലും ഒന്ന് ആലോചിക്കാതെ നടപ്പാക്കിയിരിക്കുന്നു. ദേഷ്യം ആറിത്തണുക്കാൻ അനുവദിക്കില്ല എന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന. ചിക്കൻ സ്റ്റാളിൽ ചെന്ന് 2 കിലോ ചിക്കൻ വാങ്ങിയിട്ടാണ് മാഹിൻ വീട്ടിലേക്ക് പോയത്. അതുകൊണ്ട് അവളുടെ ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്താൽ പിന്നെ ആൾ അടുക്കളയിൽ നിന്ന് കറങ്ങിക്കോളും. ഇല്ലെങ്കിൽ 2 പേരും 2 ചെവി തിന്നുക എന്ന് വെച്ചാൽ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റാതെ വരും. അവനൊന്ന് ചിരിച്ചുകൊണ്ടാണ് പുറത്തു നിന്ന് ഹോണടിച്ചത്. കേട്ട അതേ നിമിഷം തന്നെ സേറ ഗേറ്റ് തുറന്ന് മുന്നിൽ വന്നിരുന്നു. മുഖം അല്പം വീർപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഉമ്മ തന്നാലേ ഈ വീർപ്പിച്ച മുഖം പൊട്ടുമോ സേറ? വണ്ടിയിലിരുന്ന് തന്നെയാണ് അവൻ്റെ സംസാരം, അല്പം ഉച്ചത്തിലും. ഒന്ന് തിരിഞ്ഞു നോക്കി സൈറ. ആരെങ്കിലും കേട്ട് കാണുമോ എന്നൊരു വെപ്രാളവും. അവിടുത്തത് എന്താണാവോ ആ വയലിൽ നിന്ന് വരുന്നതെന്ന് അറിയുന്നത് കൊണ്ട് വേഗം മാറി നിന്നു. അവൻ ചിരിയോടെ വണ്ടി പോർച്ചിൽ കയറ്റി. ഉപ്പ ദേഷ്യത്തിലാട്ടോ, അവൾ അടക്കം പറഞ്ഞു. അതിന് ഉപ്പ എന്തെങ്കിലും പറഞ്ഞാലോ? മിണ്ടാൻ പോവണ്ട, അവൾക്ക് പേടിയാണ്. മിണ്ടാതിരിക്കാൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ സേറക്കുട്ടി.
അവനവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു. പോ ഇവിടുന്ന്. അവളവൻ്റെ കൈ പിടിച്ചു മാറ്റി. എന്നാൽ ഞാനങ്ങോട്ട് കയറിക്കോട്ടെ. മാനുക്ക് ഉപ്പ എന്തെങ്കിലും തൽക്കാലം പറഞ്ഞാലും ഇപ്പോൾ മറുത്തൊന്നും പറയണ്ട കേട്ടോ. പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ മതി. അതിനവനൊന്ന് മൂളി. ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ പെണ്ണ് അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ അകത്തേക്ക് കയറും മുന്നേ തന്നെ ഉമ്മ കാലുമാറി. ദേ വന്ന് കയറി ഉടനെ ചെക്കനെ ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. അവൻ്റെ ദേഷ്യം തീർക്കുന്നതേ ചിലപ്പോൾ നമ്മുടെ മോളോടാവും. കുറച്ച് കഴിഞ്ഞ് സമാധാനത്തിൽ സംസാരിക്കാം. നിങ്ങളിങ്ങനെ വെട്ടൊന്ന് തുണ്ട് രണ്ടെന്ന പോലെ നിൽക്കാതെ റൂമിലേക്ക് പോയി കിടന്നോ. ബാക്കി ഞാൻ നോക്കിക്കോളാം. അയാളെ എങ്ങനെയോ കുത്തിപ്പൊക്കി റൂമിൽ കൊണ്ടാക്കി വാതിലും ചാരി ഇറങ്ങുമ്പോൾ തന്നെ മാഹിൻ മുന്നിലുണ്ടായിരുന്നു. ഉമ്മ ഇതാ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വെച്ച പോലെ കുറച്ച് കുരുമുളക് കൂട്ടി ഒന്ന് വറ്റിച്ചെടുത്ത് വെക്കണേ. അതും പറഞ്ഞുകൊണ്ട് കവർ അവരുടെ കയ്യിൽ പിടിപ്പിക്കുക കൂടി ചെയ്തവൻ. ഉമ്മ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാട്ടോ. അവരെ ഒന്ന് പുകയത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ. അതിനെന്താ മോനെ, പത്തിരി വേണോ ചപ്പാത്തി വേണോ? അവരും ഇച്ചിരി ഉഷാറായി. അതൊക്കെ ഉമ്മാൻ്റെ ഇഷ്ടം. എന്തായാലും എനിക്ക് ചിക്കൻ പെരട്ട് വേണം. രാവിലത്തെ രുചി ഓർമ്മ വന്നവന്. കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ സേറ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഉമ്മയും മോളും അടുക്കളയിലേക്ക് പോകുന്നത് കണ്ടിട്ടാണ് അവൻ മുകളിലേക്ക് പോയത്. റൂമിൽ വന്നതും ശ്വാസം വലിച്ചു വിട്ടു. ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷായി വരുമ്പോഴും സേറ റൂമിൽ ഹാജരായിരുന്നു. കൂടെ ഒരു ഗ്ലാസ് ആപ്പിൾ ജ്യൂസും. 2-3 തവണ നിർത്താതെ ഉപ്പാൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ജുനൈസ്. ബെല്ലടിക്കുന്നുണ്ട്. പക്ഷേ നോ റെസ്പോൺസ്. അവനാകെ വട്ടുപിടിക്കുന്നത് പോലെ തോന്നി. ഒന്നെടുത്ത് സംസാരിച്ചാലെന്താ? മോളുടെ കാര്യം എന്തായി എന്നൊന്നും അറിയാതെ എങ്ങനെ ഇവിടെ നിൽക്കുന്നത്? ഉമ്മാൻ്റെ നമ്പറാണെങ്കിൽ അറിയുക പോലില്ല. മുടിയിൽ പിടിച്ചു വലിച്ച് കണ്ണുകൾ ഇറക്കി അടിച്ച് കസേരയിലേക്ക് ഇരുന്നു അവൻ. അവിടെ എത്താറായി എന്നൊരു പറഞ്ഞൊരു മെസ്സേജ് വന്നിരുന്നു. അതിനുശേഷം ഒന്ന് വിളിക്കാൻ പോലും പറ്റിയില്ല. നേരം വൈകുന്തോറും വിഷമവും ദേഷ്യവും കൂടി വന്നു. രാത്രി 10 മണി കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞിനെ അന്വേഷിക്കുകയോ അവളെന്നൊരാൾ ഉണ്ടെന്ന് പോലും ഓർക്കാതെ ആ വലിയ വീട്ടിൽ 2 പേരും ഉറക്കം പിടിച്ചിരുന്നു. ശബ്ദമില്ലാതെ ലൈറ്റ് കത്തുകയും അണയുകയും ചെയ്യുന്ന ഫോൺ മേശപ്പുറത്ത് അനാഥമായി കിടക്കുന്നുണ്ട്. കുറച്ചു പുറത്ത് മറ്റൊരു വീട്ടിൽ ഇരുമാറുകളും ഒരുപോലെ പാൽ ചുരുത്തിക്കൊണ്ടേയിരിക്കുന്നു. രാത്രി ഒരുപോലെ കണ്ണടക്കാൻ പറ്റിയിട്ടില്ല മാഷിക്ക്. രാവിലെ ജുനൈസിനൊപ്പം തിരികെയുള്ള യാത്രയും അതിനിടയിൽ കരച്ചിലും ഒക്കെ കൂടി രാത്രി ചൂട് കൂടിയിരുന്നു മോൾക്ക്. നനഞ്ഞ തുണി കൊണ്ട് ഒപ്പിയും മോൻ്റെ മരുന്ന് കൊണ്ടും നേരെ വെളുപ്പിക്കുമ്പോൾ ആകെ വശം കിട്ടുപോയി അവൾ. മോളിപ്പോഴും കയ്യിൽ തന്നെയാണ്. മയങ്ങിക്കിടക്കുമ്പോൾ ശ്വാസം മാത്രം കേൾക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഈ പനി ഇനിയും കൂടും. നോക്കിയിരിക്കാൻ പോലും പറ്റുന്നില്ല മാഷിക്ക്. ആകെ വെപ്രാളം വന്ന് നിറയുന്നുണ്ട്. നനഞ്ഞ കോട്ടൻ തുണി നെറ്റിയിൽ വെച്ച് കൊടുത്ത് അവളെ തൊട്ടിയിലേക്ക് കിടത്തി. മക്കളെ ഓരോരുത്തരായി വിളിച്ചുണർത്തി 2 പേരുടെയും കയ്യിലേക്ക് ബ്രഷ് എടുത്ത് കൊടുത്തു. അടുക്കള വശത്തേക്ക് പറഞ്ഞു വിട്ടു. പല്ലുതേപ്പും കുളിയുമൊക്കെ ഇപ്പോൾ പുറത്തെ പൈപ്പിൻ്റെ അടുത്താണ്. ആ സമയം കൊണ്ട് ചായയും ഉണ്ടാക്കി വെച്ചു മാഷി. പല്ല് തേച്ച് കഴിഞ്ഞതും 2ആളെയും വേഗം കുളിപ്പിച്ചു കഴിച്ച്. ഉമ്മച്ചി തണുക്കുന്നു. മുസ്തമ്മ പല്ലുകൾ കൂട്ടിയിടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു. അവനെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ച് ചൂട് പകർന്നു കൊടുത്തു അവളെ. മാഷിയുടെ വലിയ മോളുടെ പേര് മറിയം എന്നാണ്. മറിയം ദാ ചായ കൊടുക്ക്. മുസമ്മ വാ ചായ കുടിച്ചിട്ട് കളിക്കാൻ മോനെ. കളിപ്പാട്ടങ്ങളുടെ ഇടയിൽ കയറിയിരിക്കുന്നവനെ പൊക്കിയെടുത്ത് അടുക്കളയിലെ കസേരയിൽ ഇരുത്തി ചായ കൊടുത്തു. കൂടെ ബിസ്ക്കറ്റും. അവർ കഴിച്ചു തുടങ്ങിയത് കണ്ടിട്ടാണ് മാഷി ചെറിയ മോനെ എടുക്കാൻ പോയത്. മോനെയും ഒരുക്കി അവനെ മക്കളൊപ്പം ഇരുത്തിയിട്ട് അവൾ വേഗം തന്നെ റെഡിയായി. മോൾക്കൊരു നേരത്തെ മരുന്ന് കൂടി കൊടുത്ത് അവളുടെ ഡയപ്പറൊക്കെ മാറ്റി ചെറു ചൂട് വെള്ളം കൊണ്ട് തുടച്ചെടുത്തു. പാലും കൊടുത്ത് അവളെ ഉടുപ്പിടിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും 9 മണി ആകാറായിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റലിലേക്ക് പോകണം. ചുമലിൽ തൂക്കിയിട്ടിരുന്ന മാഹിനി കൊടുത്ത ഉവൈസിൻ്റെ കാറിൻ്റെ കീയിലേക്ക് കണ്ണെത്തുമ്പോൾ അവളൊരു ദീർഘനിശ്വാസം എടുത്തിരുന്നു. പിന്നെ മനസ്സൊന്ന് പാകപ്പെടുത്തി കീ കയ്യിലെടുത്തു. 3 മക്കളെയും ബാക്കിലേക്കിരുത്തി സീറ്റ് വലിച്ചിട്ട് മോനെ അവർക്കിടയിലേക്ക് കിടത്തി. കയ്യിൽ ചെറിയ കളിപ്പാട്ടവും കൊടുത്ത് വീഴില്ലെന്ന് ഉറപ്പുവരുത്തി. ബേബി ക്യാരി ബാഗിട്ട് അതിൽ മോളെ സുരക്ഷിതമായി നെഞ്ചോട് ചേർത്ത് വെച്ച് മാഷി. ഡോർ ലോക്ക് ചെയ്ത് കാറിൽ കയറി അപ്പുറത്തെ വീട്ടിലേക്ക് ഒന്ന് നോക്കി. ഇല്ല, അവിടെ നിന്ന് ആരും മോളെ അന്വേഷിച്ച് വരില്ലെന്ന് ഉറപ്പായിരുന്നു. കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൾക്കൊരു പരിഭ്രമം വന്നില്ല. മുന്നോട്ടുള്ള ഓരോ നിമിഷങ്ങൾക്ക് വേണ്ടിയും അവൾ പോലും അറിയാതെ മാറി തുടങ്ങിയിരുന്നു അവൾ. ആ നിമിഷം മുതൽ സെക്യൂരിറ്റിയോട് ചോദിച്ചാണ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കണ്ടുപിടിച്ചത്.
മോൾക്ക് പനിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ? അതുകൊണ്ട് മാത്രം അയാളോട് പറഞ്ഞു. ഇടയ്ക്കൊന്ന് 2 പേരോട് വഴി ചോദിക്കേണ്ടി വന്നു എന്നത് ചോദിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. മക്കളെ 3 പേരെയും കാറിലിരുത്തിയിട്ട് തന്നെയാണ് അവൾ മോളെ കാണിക്കാൻ പോയത്. അത്രയും നേരം മുസമ്മിനെ അടക്കിയിരുത്തിയതും ഉമ്മച്ചി പറഞ്ഞു കൊടുത്ത പോലെ ശ്രദ്ധയോടെ കുഞ്ഞിനെ നോക്കിയതും മറിയമായിരുന്നു. ആദ്യമായിട്ടാണോ വരുന്നത്? കൗണ്ടറിൽ നിന്നാണ് ചോദ്യം. അതെ. പേരും ഡീറ്റെയിൽസും ഒന്ന് ഫിൽ ചെയ്യണേ. ഒരു ഫോം അവൾക്ക് കൊടുത്തു. അതും പൂരിപ്പിച്ച് മോളുടെ വെയിറ്റും ടെമ്പറേച്ചറും ചെക്ക് ചെയ്ത് അകത്തേക്ക് പോകാൻ പറഞ്ഞു. ഇനിയും 2 ആളുകൾ കൂടി കഴിഞ്ഞാലേ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. അവൾ കുഞ്ഞിനെ തന്നെ നോക്കിയിരുന്നു. ഇടയ്ക്ക് കയ്യിലിരുന്ന ഫോൺ ബെല്ലടിച്ച് തുടങ്ങി. നോക്കുമ്പോൾ ജുനൈസാണ്. എടുക്കാൻ മടി തോന്നിയെങ്കിലും മോളുടെ കാര്യം പറയണല്ലോ എന്ന് കരുതി അവൾ കോളെടുത്തു. താനിത് എവിടെയാ? മോളെയും കൊണ്ട് എവിടെ പോയതാ? വീട്ടിലൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഫോൺ ചെവിയോട് ചേർത്തതും അവൻ്റെ അക്ഷമ നിറഞ്ഞ സ്വരം ഉയർന്നു. അവൾക്ക് ദേഷ്യമാണ് തോന്നിയത്. ഇന്നലെ തൊട്ട് കുഞ്ഞിനെയും കൊണ്ടിരിക്കുക. നേരം വെളുപ്പിച്ച് മക്കളെ ഓരോരുത്തരെ ഒരുക്കി ഇറക്കിയപ്പോൾ തന്നെ വൈകി. മോൻ്റെ കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തവരോട് എന്ത് പറയാനാണ്? ഈ പറയുന്ന ആൾ പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ മോളെ? അവനൊരു മറുപടി പോലും കൊടുക്കാതെ അവൾ കട്ട് ചെയ്ത് കളഞ്ഞു. അത്രയ്ക്ക് ദേഷ്യം വന്ന് വിറക്കുന്നുണ്ട് അവൾ. എന്തിനെന്നറിയാതെ കലഹിക്കാൻ തോന്നുന്നു. മറുപുറം നിൽക്കുന്നവനോട് ഒരുപ്പ വന്നിരിക്കുന്നു. അയാളാരെ എന്നോട് ചൂടാവാൻ? അവൾ സ്വയം പറഞ്ഞ ദേഷ്യം തീർക്കുമ്പോൾ വീണ്ടും കയ്യിലെ ഫോൺ അടിച്ചു. വീണ്ടും ചുവന്ന ബട്ടണിൽ വിരൽ മറന്നു. പക്ഷേ കോൾ കട്ടായിട്ടും ആ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ അവൾക്കാകുന്നില്ല. ഇനിയും വിളിച്ചാൽ കട്ടാക്കുമെന്ന പോലെ. കയറിക്കോ. നേഴ്സ് വന്ന് പറഞ്ഞതും ഫോണിൽ നിന്ന് കണ്ണു മാറ്റി അവരെ ഒന്ന് നോക്കി വാശി. ടോക്കൺ നമ്പർ 5 അല്ലേ? കയറിക്കോ. ആ ഞാനേ എന്ന് പറഞ്ഞ് ഫോൺ ഓഫാക്കി അകത്തേക്ക് കയറി. ഇഞ്ചക്ഷനും മെഡിസിനും എടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയത്. മക്കൾക്കരികിലെത്തുമ്പോൾ മോനുറക്കമായിരുന്നു. മറ്റ് 2 പേരും പുറത്തെ കാഴ്ചകൾ നോക്കിയിരിക്കുന്നുണ്ട്. കാറിൽ കയറിയിരിക്കുമ്പോൾ 2 പേരും ചിരിയേറെ നോക്കുന്നുണ്ട്. ഉമ്മച്ചി, ഈ മുസമ്മ പറയാണ് ഉമ്മച്ചിക്ക് വണ്ടി ഓട്ടാൻ അറിയോ എന്ന്. അവൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇതുവരെയും ഉമ്മച്ചി പലരെയും ആശ്രയിച്ച് മാത്രമേ അവന് കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു ഉമ്മാനെ അവൻ ആദ്യമായിട്ട് കാണുകയാണ്. വണ്ടി ഓടിക്കാൻ അറിയാതെ പിന്നെങ്ങനെയാടാ ഇവിടം വരെ വന്നത്? അവൾക്ക് ചിരി വന്നു. മാഷിയുടെ ചോദ്യത്തിന് അവിടം കൂടെ ചിരിച്ചു. അപ്പോൾ അവൻക്ക് ഉമ്മച്ചിയോട് വല്ലാത്ത സ്നേഹം തോന്നി. എനിക്ക് ഉമ്മതാ. അവൻ കവിളുമല്ലേ അവൾക്ക് നേരെ നീട്ടി. മെല്ലിച്ചുരുങ്ങിയ കവിളിപ്പോൾ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട്. കാണാനൊക്കെ നല്ലൊരു ചേലായിട്ടുണ്ട്. അവന് 2 കവിളിലും ഉമ്മകൾ കൊടുത്തു. ആളെ സംതൃപ്തി പോലെ തിരികെ സീറ്റിലേക്കിരുന്നു. മാറ്റങ്ങൾ തനിക്കും ഉണ്ടായെന്ന് ഫ്രണ്ട് മിററിലെ തൻ്റെ മുഖം കാണാൻ മാഷിക്കും തോന്നി. വീട്ടിലെ കണ്ണാടിയിൽ നോക്കാനുള്ള സമയം കിട്ടാറില്ല. ഒരുക്കങ്ങളും തനിക്ക് വേണ്ടിയുള്ള സമയങ്ങളും ഇപ്പോഴില്ല. മക്കൾക്ക് ചുറ്റും ഓടുവാണ് മുഴുവൻ സമയവും. കഴിക്കാൻ എന്താ വേണ്ടേ? ഇലയട വേണോ? 2 ആളും തലയാട്ടുന്നുണ്ട്. വേറെന്താ വേണേ? വീടത്ത് മുന്നേ പറഞ്ഞാൽ വാങ്ങിത്തരാം. എന്തേലും വേണോ? എന്ത് പറയാനാണ്? വേണ്ടതൊക്കെയും വീട്ടിലിരിപ്പുണ്ട്. ചോദ്യം തന്നെ വെറുതെ ആയതുപോലെ മാഷി ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു. 2 ദിവസം കൊണ്ട് ഇറച്ചിയും മീനും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ന് അതൊക്കെ വീണ്ടും കഴിക്കാൻ മടി തോന്നുന്നുണ്ട്. ഇലയട എന്ന വലിയ ബോർഡും അതിനൊപ്പം വലിയൊരു ഇലയടയുടെ മാത്രം ചിത്രവും. ഇലയടയ്ക്ക് മാത്രമായ ഒരു കട. ചിക്കനും ബീഫും മീനും വെജിറ്റബിളും മധുരവും. എന്തിന്? പാവയ്ക്ക കൊണ്ടുള്ള വെറൈറ്റി അട വരെയുണ്ട് അവിടെ. ട്രയൽ നോക്കാനും അവസരമുണ്ട്. അടയും കട്ടൻ ചായയും, അതാണ് അവിടുത്തെ കോമ്പിനേഷൻ. കുറച്ച് തിരക്കുണ്ട് കടയിൽ. അവലും പഴയും തേങ്ങയും ഒക്കെ കൂടി മിക്സ് ചെയ്ത അടയാണ് മക്കൾക്ക് വാങ്ങിയത്. അവർക്ക് മധുരം ഇഷ്ടമാണ്. ചിക്കനും ഗ്രീൻ പീസും ചേർന്നൊരു ക്രീമി സ്ട്രക്ചർ വരുന്ന 2 എണ്ണം അവൾക്കും വാങ്ങി. ചിക്കൻ അവൾക്കും ഇഷ്ടമാണ്. 1-2 വെറൈറ്റികൾ കഴിച്ചു നോക്കി. അതൊക്കെയും ഇഷ്ടമായി അവൾക്ക്. കുറച്ച് മക്കൾക്കും കൊടുത്ത് ടേസ്റ്റ് ചെയ്യാൻ. കട്ടൻ ചായ മക്കൾക്ക് തണുപ്പിച്ചു കൊടുത്തു. കടയുടെ ലൊക്കേഷനൊക്കെ നോക്കി വെച്ച് ബില്ല് പേ ചെയ്ത് വീണ്ടും കാറിൽ കയറി. ഇനി വീട്ടിലേക്കാണ്. വഴിയൊക്കെ ഓർക്കാൻ പാകത്തിന് ചില അടയാളങ്ങൾ നോക്കി വെച്ചിരുന്നു. ടൗണിൻ്റെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് ഒരു ഇട റോഡിലേക്കാണ് വീടുള്ളത്. തണൽ മരങ്ങൾ കൊണ്ട് നേലി വീണ വഴികൾ, നിശബ്ദമായി കിടക്കുന്ന വീടുകൾ, 2 സൈഡിലും ഇരുനില കെട്ടിടങ്ങൾ. ചെറു വീടുകൾ ഒന്നുമേയില്ല എന്ന് പറയാം. ഒരു VIP ഏരിയ പോലെ. ആദ്യമായാണ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് കൊണ്ടാവും. അതിനപ്പുറം ഇപ്പോൾ മനസ്സിനൊരു ശാന്തതയുണ്ട്. വീടിന് മുന്നിലെത്തി ഹോണടിക്കുമ്പോൾ സെക്യൂരിറ്റി റൂമിൽ നിന്നും ഇക്ക ഇറങ്ങി ഗേറ്റ് തുറന്നു. അവൾ കടന്നു പോകും മുന്നേ കൈകൊണ്ട് തടഞ്ഞു നിർത്തി മോളെ എന്ന് വിളിച്ച് അടുത്തേക്ക് വന്നിരുന്നു അയാൾ.
ഗ്ലാസ് കുറച്ചുകൂടി താഴ്ത്തി. അയാളെ നോക്കുമ്പോൾ എന്തോ പന്തികേട് തോന്നി അവൾക്ക്. മോളെ, കുഞ്ഞേ, മേഡം വന്ന് ചോദിച്ചു എവിടേക്കാ പോയെന്ന് പറഞ്ഞ്. അല്പം ദേഷ്യത്തിലാണ് തിരികെ പോയത്. മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്തെങ്കിലും പറഞ്ഞാലേ കുഞ്ഞൊന്നും മിണ്ടണ്ട. അവരൊക്കെ വലിയ ആളുകളല്ലേ. വാടകയ്ക്ക് കിടക്കുന്ന മാഷിയും അവരും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായാലും അവൾക്ക് തന്നെയല്ലേ പ്രശ്നമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ അയാൾ പറഞ്ഞു വെച്ചു. ഇത്രയും വലിയ ആളുകളായിട്ടാണോ അവരെ കുട്ടിയെ എന്നെ ഏൽപ്പിച്ചിട്ട് രാത്രി മൂടി പുതച്ചുറങ്ങിയത്? അതിനൊന്നും കുഴപ്പമുണ്ടായില്ലല്ലോ അവർക്കൊന്നും. പനി പിടിച്ച് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണോ ഇപ്പോൾ പ്രശ്നം? അവൾക്ക് വീണ്ടും ദേഷ്യം പിടിച്ചു തുടങ്ങി. എന്താണെന്നറിയില്ല, 2 ദിവസമായിട്ട് ദേഷ്യം അല്പം കൂടുന്നുണ്ട്. പതുങ്ങിയിരിക്കുന്നതിൽ നിന്നും ചാടി എഴുന്നേൽക്കുന്ന അവസ്ഥ. കുഞ്ഞേ, അത് ജുനൈസ്മോൻ വിളിച്ച് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞാൽ വന്നത്. ആൾ ചെയ്ത് ദേഷ്യക്കാരാണെങ്കിലും ഒരു മയത്തിൽ നിന്ന സ്നേഹമൊക്കെ തന്നെയാ. അവരെ സ്നേഹം എനിക്ക് വേണ്ട. നെഞ്ചോട് ചേർന്നൊട്ടി കിടക്കുന്നവളെ ഒന്ന് നോക്കി മാഷി. ഇത്രയും നാളും അവരുടെ വീട്ടിൽ കഴിഞ്ഞ ഈ കുഞ്ഞിന് നൽകാത്ത സ്നേഹം തനിക്കെന്തിനാ? അതുമല്ല, താൻ താമസിക്കുന്ന വീടിൻ്റെ ഓണർ അവരുമല്ല. പിന്നെ അവരെ താങ്ങി നിൽക്കേണ്ട കാര്യവുമില്ല. അവരുടെ സ്നേഹം നേടിയെടുത്തിട്ട് എനിക്കൊന്നും നേടാനില്ല. എന്നാലും കിട്ടുന്നത് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ഇക്ക ഗേറ്റ് അടക്കാൻ പോയി. മാഷി വീട്ടിലേക്കും. ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ട് മോൾക്ക് അല്പം പനിക്ക് കുറവ് വന്നിട്ടുണ്ട്. ഹാളിലെ പായയിലേക്ക് അവളെ കിടത്തി. മക്കളെ ഡ്രസ്സൊക്കെ മാറ്റി കഴിക്കാനുള്ളത് എടുത്ത് വെച്ച് കൊടുത്തു. താനെ കഴിക്കും രണ്ടാളും. വാരിക്കൊടുക്കാനുള്ള സമയം ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് തന്നെ ഇരുന്ന് മോനും അതിൽ നിന്നപ്പം വായിൽ വെച്ച് കൊടുത്തു. അവസാനം വെള്ളവും കൊടുത്ത് പുറത്ത് തട്ടി ഗ്യാസ് കളഞ്ഞു. മോളിപ്പോഴും വാടിയ തണ്ടുപോലെ കിടപ്പുന്നുണ്ട്. നോട്ടം കൊണ്ട് തന്നിൽ നിന്ന് കണ്ണെടുക്കാതെ കിടക്കുകയാണ്. എന്താ വാവേ? മോനെ അടുത്തിരുത്തി അവളെ കയ്യിലെടുത്തു. മോൾക്ക് എങ്ങനെയുണ്ട്? അവൻ്റെ അടഞ്ഞ സ്വരത്തിൽ വേദനയാണെന്ന് അവൾക്ക് തോന്നിയത്. വീട്ടിലെത്തി അരമണിക്കൂർ കഴിഞ്ഞാണ് പിന്നെ ജുനൈസ് വിളിക്കുന്നത്. പനിയായിരുന്നെന്നും ഹോസ്പിറ്റലിൽ പോയിരുന്നെന്നും ഇക്ക പറഞ്ഞിരുന്നു. പിന്നീട് ഇത്ര നേരം സംയമനം പാലിച്ചു. അവളുടെ അവസ്ഥ മനസ്സിലാവും. 3 കുട്ടികൾക്കൊപ്പം തൻ്റെ മോൾക്ക് വേണ്ടി അവളെടുക്കുന്ന എഫേർട്ട് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. എന്നാലും ഫോൺ വിളിക്കുമ്പോൾ ഒന്ന് പറഞ്ഞൂടെ അവൾക്ക്? മോൾക്ക് വയ്യെന്ന്, ഹോസ്പിറ്റലിലാണെന്ന്. അങ്ങനെയൊന്ന് പറഞ്ഞു വെച്ചോടായിരുന്നോ? അവൻ സ്വയം കലഹിച്ചു. ആരും കാണാതെ ഒന്ന് കരയാൻ തോന്നി അവന്. അവനാകെ ഉള്ളത് മോളാണ്. അവളെ പിരിഞ്ഞ് ഇരുന്നിട്ടില്ല. പനി വന്നാൽ പിന്നെ നിർബന്ധമാണ് അവൾക്ക്. കഴിക്കാതെ വാശി പിടിക്കും. എന്നാലേ വിശപ്പ് കൊണ്ട് അതിനും കരയും. എടുത്തു നടക്കണം എപ്പോഴും. മാഷിത, തൻ്റെ അവസ്ഥ മനസ്സിലാവാഞ്ഞിട്ടല്ല, എനിക്ക് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. ഈ ഫോൺ വിളിയും അവർക്ക് ഇഷ്ടമായില്ല എന്ന തോന്നലിൽ അവൻ പറഞ്ഞു. മോൾക്ക് കുറവുണ്ട്, വീഡിയോ കോളിൽ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു മാഷി. ഉടനെ തന്നെ വീഡിയോ കോളിൽ ജുനൈസിൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്തു. മോളെ കാണിച്ചു കൊടുക്കുമ്പോൾ അവനും സമാധാനം തോന്നി. മാഷിയുടെ കൈകളിൽ മോളുണ്ട്. അവൾക്ക് അവിടെ ഓക്കെയാണെന്ന് അവൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. ഉമ്മ വന്നില്ലേ അങ്ങോട്ട്? മോളുടെ മുഖമേ കാണുന്നുള്ളൂ എങ്കിലും അവൻ ചോദിച്ചു. കുറച്ച് മുന്നേ വന്നിരുന്നു. കാര്യം തിരക്കിയിട്ട് പോയി. ഹോസ്പിറ്റലിൽ നിന്ന് വരും വരെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദ്യോത്തരങ്ങൾ തേടി തന്നെ ബുദ്ധിമുട്ടിക്കാൻ വരാതിരുന്നാൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. 4 മക്കൾക്കും 4 ആവശ്യങ്ങളായിരിക്കും. അതിനൊക്കെ അവർ ആശ്രയിക്കുന്നത് എന്നെയും. അതിനിടയ്ക്ക് നിർത്താതെയുള്ള ഈ വിളികൾ ബുദ്ധിമുട്ട് തന്നെയാണ്. അവൾ ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞു. വിളിച്ചത് ബുദ്ധിമുട്ടായി കാണുമല്ലേ? അവന് ജാള്യത തോന്നി. എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയേണ്ടായിരുന്നു. ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് വീഡിയോ കോളിൽ വിളിച്ച് മോളെ കാണിച്ചു തരാം. അവളിവിടെ ഈ നിമിഷം വരെ സേഫാണ്. നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും വരെയും ഞാൻ അവളെ നോക്കും. വീണ്ടും വീണ്ടും അവൾക്കത് പറയേണ്ടി വരുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇനിയും ഈ ഫോൺ വിളി ക്ഷമ നശിപ്പിക്കുന്നു എന്ന തിരിച്ചറിവിൽ എല്ലാ കാര്യങ്ങളും അവനെ പറഞ്ഞ് ധരിപ്പിച്ചു. ഇന്ന് 5 മണിക്ക് വിളിക്കട്ടെ? അവളെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി തന്നെ ഒരു ചോദ്യമിട്ട് അവൻ കോള് കട്ട് ചെയ്തു. ഇപ്പോൾ ഇച്ചിരി സംതൃപ്തിയുണ്ട്. ഞാൻ ഇടയ്ക്ക് വിളിക്കും, നീ എടുക്കുകയും ചെയ്യും. അവൻ ഗൂഢമായി ചിരിച്ചു. കൃത്യം 5 മണിക്ക് തന്നെ ജുനൈസ് വിളിച്ചു. മറിയത്തിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്ത് മോളെ അവൾക്കരികിൽ സുരക്ഷിതമായി കിടത്തി മോനെയും എടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി മാഷി. അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഉമ്മച്ചി പിണങ്ങിയോ മറിയൂ? അവളുടെ കയ്യിലെ ഫോൺ കണ്ടപ്പോൾ തന്നെ അവന് ഊഹിച്ചു മാഷിത്ത അവിടെ ഒന്നും കാണാൻ സാധ്യതയില്ലെന്ന്. ഉമ്മച്ചി മോനുനെയും കൊണ്ട് പുറത്തേക്ക് പോയി. അവൻ ഉറങ്ങി എണിച്ചുകൊണ്ട് കരിയാണ്. ആണോ? ഇത്താത്തയുടെ വാവെന്ന് പറയുന്നോ? അവന് മോളെ നോക്കി കൊഞ്ചിലൂടെ ചോദിച്ചു. പനിയുടെ ആലസ്യം അല്പം വിട്ടുമാറിയതുകൊണ്ട് അവൾ ഫോണിലേക്ക് നോക്കി ചിരിച്ചു. 1 മണിക്കൂറോളം അവൻ മക്കളുമായി സംസാരിച്ച് സമയം കളഞ്ഞു.
ഇടയ്ക്ക് മുസമ്മവും അവർക്കൊപ്പം വന്നു. ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങളും ഉമ്മച്ചി കാറോടിച്ചതും അട വാങ്ങിയതും ഒക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മൂത്തമോൾ മറിയം. അതൊക്കെ കേട്ട് യുനൈസിനും രസം പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് വട്ടി പിടിക്കുന്നുണ്ട്. ഐസിയുവിൽ നിന്ന് അനിയനെ നാളെ റൂമിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ ആരുമില്ലാതെ ബോറടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് കൊള്ളാം. നിഷ്കളങ്കമായി സംസാരിക്കുന്ന മക്കൾക്കൊപ്പം അവനും ചെറുതായി അവർക്കൊപ്പം കളി പറഞ്ഞ് ഉറക്കെ ചിരിച്ചു. മോനെ വാക്കറിലിരുത്തി പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വെച്ച് പുറത്തേക്കിറങ്ങി. മുറ്റവും തൂത്തു അതൊക്കെ തീയിട്ട് കൈയും മുഖമൊക്കെ കഴുകി അകത്തേക്ക് കയറുമ്പോൾ മക്കളുടെ നിറഞ്ഞ ചിരി കേൾക്കാം. മാഷിയുടെ നിഴലിനക്കം കണ്ടതും ഉമ്മച്ചി വന്നു എന്ന് പറഞ്ഞ് മക്കൾ ശബ്ദം കുറച്ച് പറഞ്ഞു. ഇതുവരെ കഴിഞ്ഞില്ലേ? മണിക്കൂർ 1 കഴിഞ്ഞു. അവൾ ശബ്ദമുയർത്തി. ജുനൈസ് ചുണ്ടു കാട്ടി കാണിച്ചു. മക്കൾ ചിരിയൊതുക്കി. രാത്രി 8 മണിക്ക് ഞാൻ വിളിക്കും. എനിക്ക് മോളെ കാണണം, അവൻ പറഞ്ഞു. പറ്റില്ല, അവളും തീർത്ത് പറഞ്ഞു. ഫോൺ മക്കളെടുത്ത് കൊടുത്താൽ മതി, തനിക്ക് ബുദ്ധിമുട്ടാവില്ല. മണിക്കൂർ നേരം അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറ്റില്ല. അവൾ വാശിക്കാരിയായി. ഞാൻ പെട്ടെന്ന് വെച്ചോളാം, അവൻ വിടില്ലെന്ന മട്ടിൽ പറഞ്ഞു. അവൾ ദേഷ്യത്തിൽ വീണ്ടും റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവളുടെ മറുപടി കിട്ടാതെ വന്നതും അവൻ മക്കളെ നോക്കി പുരികം മുക്കി. ഉമ്മച്ചി പോയി, അവർ മെല്ലെ പറഞ്ഞു. ഞാൻ രാത്രി വിളിച്ചാൽ എടുക്കൂലേ? ഉമ്മച്ചി പറഞ്ഞാൽ എടുക്കാം. മതി, എന്നാൽ വെക്കട്ടെ, രാത്രി വിളിക്കാം. 3 പേരെയും നോക്കി അവൻ ഫോൺ വെച്ചു. ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ജുനൈസ്. തനിക്കും ആരൊക്കെയുണ്ടെന്ന് തോന്നി തുടങ്ങി ഇപ്പോൾ അവന്. വെറുതെയെങ്കിലും തന്നോട് കൊമ്പ് കോർക്കുന്നൊരു പെണ്ണ്. അവളുടെ 3 മക്കൾക്കൊപ്പം സ്നേഹം പങ്കിടുന്ന തൻ്റെ കുഞ്ഞ്. അവൻ ചിരിച്ചു മനസ്സ് നിറഞ്ഞ്. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.